ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ ഈ കഥ എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങനെയാണ് പോകുന്നത് എന്ന് നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. കാരണം അനിയൻ്റെ ഭാര്യയെ ചേട്ടൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ചു കൊടുക്കാമെന്നുള്ളൊരു ഭാവത്തോടെ മോഹിനിയും അതുപോലെ ഈ അരുന്ധതിയും കൂടെ ആ വീട്ടിൽ കിടന്ന് കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾക്ക് ഒരു അറുതിയുമില്ല, ഒരു പരിധിയുമില്ല. അങ്ങനെ അത്രയും പ്രശ്നങ്ങളുണ്ടാക്കി പിങ്കി എല്ലാം വലിച്ചു കീറി അത്രയും എന്താ പറയുക, വിലപ്പെട്ട പേപ്പറുകൾക്ക് പോലും പുല്ല് വില പോലും കൊടുക്കാതെ അങ്ങനെ അതുപോലെ അഹങ്കാരം കാണിച്ച് അത്രയും അഹങ്കാരിയായി റൂമിലേക്ക് എത്തിയ പിങ്കിയെ സമാധാനിപ്പിക്കാനും പിങ്കിയെ എങ്ങനെയെങ്കിലും ഗൗതവുമായി ഒന്നിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ഈ അരുന്ധതിയും അതുപോലെ മോഹിനിയും കൂടെ കയറി ചെല്ലുന്നത്. അവിടെ ചെന്നിട്ടോ തൻ്റെ ഭർത്താവ് പറഞ്ഞു തന്നിരിക്കുന്നത് പ്രതിസന്ധികളിൽ തളരുകയല്ല തളിർക്കുകയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഗൗതത്തിൻ്റെ കാര്യത്തിലും തളർന്നു പോവുകയല്ല, മറിച്ച് അവിടെ നിന്ന് അടുത്തത് തളിർപ്പിക്കുകയാണ് വേണ്ടതെന്നാണ് പിങ്കിയോട് അരുന്ധതിയുടെ വക ഉപദേശം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പിങ്കിക്ക് സപ്പോർട്ടിന് ആളുണ്ടല്ലോ, അപ്പോൾ പിന്നെ എന്ത് തോന്നിവാസവും കാണിക്കാമല്ലോ. അങ്ങനെ പിങ്കി അതിനെപ്പറ്റി തന്നെ ആലോചിക്കുക, ഇനി എങ്ങനെ അടുത്തത് എന്താണ് എന്നുള്ളത്. അങ്ങനെ പിങ്കി അങ്ങനെ അതും ആലോചിച്ച് അവിടെ നിൽക്കുന്ന സമയത്ത് മോഹിനിയെയും കൂട്ടിക്കൊണ്ട് അരുന്ധതി പോകുന്ന പോകിൽ അത് ഏറ്റിട്ടുണ്ട് എന്നുള്ള രീതിയിലൊരു നോട്ടവും കൂടി അങ്ങ് പാസ്സാക്കിയിട്ടാണ് ആശാത്തി പോകുന്നത്. അങ്ങനെ അവർ പോയി കഴിഞ്ഞ് പുറത്തിറങ്ങി ചെന്ന് നിന്നിട്ട് ഇനിയിപ്പം നമ്മളിതിൽ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല മോഹിനി, ഇതിവിടെ നിന്ന് അങ്ങ് തുടങ്ങിക്കോളും, കത്തി പടർന്നോളും എന്നും പറഞ്ഞ് അങ്ങനെ പറയണു. നമ്മൾ അങ്ങനെ പറഞ്ഞത് ശരിയായോ ഏട്ടത്തി എന്ന് മോഹിനി ചോദിച്ചപ്പം എന്താ ശരിയാകാഴുക, അതൊക്കെ ശരിയായെന്നും പറഞ്ഞു. എന്താ പിങ്കിയുടെ കോടിക്കണക്കിനുള്ള സ്വത്ത് കുടുംബത്തിലേക്ക് വരണം, അതിനു വേണ്ടിയിട്ടാണ് ഈ വൃത്തികെട്ട രീതിയിലൊക്കെ ഈ പുള്ളിക്കാരി കാണിച്ചു കൂട്ടുന്നത്. എന്തായാലും രണ്ടുപേരും കൂടെ അതും പറഞ്ഞങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും പിങ്കി പലതും ആലോചിച്ച് അവിടെ നിൽക്കുന്നു. തൻ്റെ ആ ഒരു എന്താ പറയുന്നത് പകയും വിദ്വേഷവും ഒക്കെ, നന്ദയോടുള്ള പകയൊക്കെ അതെങ്ങനെയെങ്കിലും വീട്ടാനുള്ള ഒരു സാഹചര്യം തനിക്ക് വന്നു ചേരും എന്നുള്ള ഒരു അഹങ്കാരത്തോടു കൂടി ഇങ്ങനെ അവിടെ നിൽക്കുക പിങ്കി. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ നന്ദ റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഗൗതം നന്ദയ്ക്കരികിലേക്ക് ചെന്നു. എന്നിട്ട് അവർ രണ്ടുപേരും ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുക, അപ്പോൾ ഇന്ന് സംഭവിച്ചതിനെ പറ്റിയൊക്കെ. അപ്പോൾ ഗൗതം നന്ദയെ സമാധാനിപ്പിക്കുകയാണ്, താൻ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്നുള്ള രീതിയിൽ. അപ്പോൾ തനിക്ക് വിഷമമൊന്നുമില്ല എന്ന് നന്ദയും പറഞ്ഞു. ഞാനെന്തിനാല്ലെങ്കിലും ഇത്രയും ചെറിയ കാര്യങ്ങൾക്ക് സങ്കടപ്പെടുന്നത്, അല്ലെങ്കിൽ തന്നെ എനിക്ക് വരാൻ താല്പര്യമില്ലായിരുന്നു, പിന്നെ സാറ് നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ വരാനിരുന്നതെന്ന് നന്ദയും പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആ കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ ആ ഒരു പേപ്പർ അത്രത്തോളം വിലപ്പെട്ടതായിരുന്നു അർജുൻ്റെ കാര്യത്തിൽ ആ പേപ്പർ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അർജുൻ ആരുമല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പിങ്കി ആ ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജോലിയെ പോലും ബഹുമാനിക്കാതെ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളെപ്പറ്റി നമ്മുടെ ലക്ഷ്മിയും അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോഴും മഹേശ്വരന് ലക്ഷ്മിയെ കുറ്റപ്പെടുത്താനും പിങ്കിയെ അതുപോലെ ന്യായീകരിക്കാനുമുള്ള കാരണങ്ങളൊക്കെ ഉണ്ട്, എടുത്തിടുവാണ്. അതിനെല്ലാം കാരണം നന്ദയാണ് ഇതിനെല്ലാം കാരണം എന്നുള്ള രീതിയിലാണ് അയാളും സംസാരിക്കുന്നത്. അങ്ങനെ അവർ തമ്മിലുള്ള സംസാരവും കാര്യങ്ങളും ഇതൊക്കെ ഇയാളുമായിട്ടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് നമ്മുടെ ലക്ഷ്മിക്ക് അറിയാം. എങ്കിലും ലക്ഷ്മി അതിനു വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടേ. അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും അവിടെ ഇങ്ങനെ നടക്കുന്നു. ഇതേ സമയത്ത് നമ്മുടെ ഗൗതം പിങ്കിയുടെ ബർത്ത്ഡേ ഓർത്തു വെച്ചിരിക്കുകയാണ്. കാരണം അന്ന് അവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്ന സമയത്ത്, സ്നേഹിച്ചിരുന്ന സമയത്ത് പിങ്കി പറഞ്ഞ കാര്യങ്ങളും അങ്ങനെ ഇതൊക്കെ നമ്മുടെ ഗൗതത്തിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അങ്ങനെ ഗൗതം ആ ഒരു ദിവസത്തെ പറ്റി ഓർത്തു. അതിനുശേഷം വീട് മുഴുവനും അലങ്കരിച്ച് ബലൂണൊക്കെ മൊത്തം സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കിയൊക്കെ ഇട്ടു. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ അവിടെ എല്ലാം റെഡിയാക്കിയിട്ടേക്കുന്നത് കണ്ടപ്പോൾ ആർക്കും ഒന്നും മനസ്സിലായില്ല. എല്ലാവരും വന്നിങ്ങനെ അതിശയിച്ച് നോക്കും, ഇത് എന്തോ സംഭവം എന്ന്. അപ്പോൾ ഗൗതം അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നു, ഇന്നെന്തെങ്കിലും പ്രത്യേകതയുള്ള ദിവസമാണോ എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ അടുത്ത ആളും വന്നു, ഇവിടെ എന്തെങ്കിലും പ്രത്യേകതയുള്ള ദിവസം വല്ലതുമാണോ എന്നൊക്കെ ചോദിച്ച്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ നന്ദയും അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ നന്ദയ്ക്ക് മനസ്സിലായില്ല ഇതെന്താണെന്ന്. പെട്ടെന്ന് പിങ്കി അങ്ങോട്ടേക്ക് വന്നു. പിങ്കി എന്നിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ പിങ്കിയെ നമ്മുടെ ഗൗതം ഇങ്ങനെ ഒന്ന് നോക്കി, അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് നോക്കി. എന്നിട്ട് ഗൗതം പറഞ്ഞു, ഇന്നൊരു വിശേഷപ്പെട്ട ദിവസമാണെന്നും നമ്മുടെ ഈ വീട്ടിലുള്ള നമ്മളിലൊരാൾക്ക് പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്നും, പക്ഷെ നമ്മളോട് ആരോടും അത് പറയാതെ അത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു എന്നും പറഞ്ഞു. അപ്പം നമ്മളിൽ ആർക്ക് എന്ത് പ്രധാനപ്പെട്ട ദിവസം, വിശേഷപ്പെട്ട ദിവസം എന്നൊക്കെ ഇങ്ങനെ അരുന്ധതി അന്നേരം ചോദിക്കുന്നുണ്ട്. നമ്മളുടെ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അത് നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുള്ള വിശേഷമല്ലേ, അല്ലാതെ അറിയാതെ എന്ത് വിശേഷം ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ നേരത്തേക്ക് അരുന്ധതി ചോദിച്ചു. അതെ എന്നും പറഞ്ഞു മഹേശ്വരൻ. നീ ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം പറ എന്നും പറഞ്ഞു മഹേശ്വരൻ.
ഇതിനിത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് ഈ സസ്പെൻസ് ഇപ്പം തന്നെ പൊളിയുന്ന കാര്യമേ ഉള്ളൂ എന്നും പറഞ്ഞ് ഈ ആ ഒരു കേക്കിൻ്റെ ആ ഒരു കവർ എടുത്ത് മാറ്റി. അപ്പോൾ അതിനകത്ത് പിങ്കിയുടെ പേര്, ഹാപ്പി ബർത്ത്ഡേ പിങ്കി എന്ന്. അപ്പോൾ പിങ്കിയുടെ പേരും പറഞ്ഞു. അപ്പോഴേക്കും പിങ്കിക്ക് ഭയങ്കര സന്തോഷം. വേറെ ഒന്നുമല്ല, ഗൗതം പിങ്കിയുടെ ബർത്ത്ഡേ ഒക്കെ ഓർത്ത് വെച്ചിരിക്കുകയാണല്ലോ. അതിന് കേക്ക് മേടിച്ചു, സെലിബ്രേറ്റ് ചെയ്യാനായിട്ടുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ടാക്കി, അങ്ങനെയൊക്കെ ഭയങ്കര സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കുക. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദയൊന്ന് ഞെട്ടി കേട്ടോ. നന്ദ ഇങ്ങനെ വല്ലാതായിട്ട് നിൽക്കുക. അപ്പം നന്ദ ഇങ്ങനെ വല്ലാതായി നിൽക്കുന്ന സമയത്ത് അവിടെ എല്ലാവരും കൂടെ കൂടിയപ്പോഴേക്കും ആഹാ പിങ്കി മോളുടെ ബർത്ത്ഡേ ആണോ അതാണോ ഇതാണെന്ന് ചോദിച്ചു. പിന്നെ അങ്ങോട്ട് പറയണ്ടല്ലോ അരുന്ധതിയുടെയും മോഹിനിയുടെയും ഒന്നും കാര്യം. പിന്നെ അങ്ങോട്ട് പിങ്കി എടുത്ത് തലയിലേക്കാണ് വെക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നന്ദയുടെ നേരെയും അതുപോലെ നമ്മുടെ ലക്ഷ്മിയുടെ നേരെയും അഹങ്കാരം പിടിച്ച തലക്കനത്തോടു കൂടി ഒരു നോട്ടമായിട്ട് നമ്മുടെ പിങ്കി ഇങ്ങനെ നിൽക്കുക. പിങ്കി ഇങ്ങനെ നിൽക്കുന്നു എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഗൗതമാണ് തൻ്റെ ബർത്ത്ഡേ ഇന്നിവിടെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഇതൊക്കെ റെഡിയാക്കിയത്. അതിൻ്റെ അഹങ്കാരം, അതിൻ്റെ ഗമ, അതിൻ്റെ ആ ഒരു ഇത്, അങ്ങനെ ആ ഒരു കാര്യവും സംഭവിക്കുന്നു. അപ്പോഴേക്കും പിങ്കിയോട് കേക്ക് മുറിക്കാനായിട്ട് പറഞ്ഞു. പിങ്കി എന്നിട്ട് വന്ന് കേക്ക് മുറിച്ചു. മോളെ പിങ്കി വന്ന് കേക്ക് മുറിക്കുന്നൊക്കെ പറഞ്ഞ് അരുന്ധതി എല്ലാവരും പറയാം. എന്നിട്ട് വന്ന് കേക്ക് മുറിച്ചു. കേക്ക് മുറിച്ചിട്ട് ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ കൊടുത്തു. അപ്പം നമ്മുടെ നന്ദ മാറി നിൽക്കുക. അപ്പം നന്ദയ്ക്ക് കൊടുക്കാനായിട്ട് ഇങ്ങനെ പിങ്കി വേണോ വേണ്ടോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതം അതിൽ നിന്നെടുത്ത് നന്ദയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുക. അപ്പം നന്ദയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും നന്ദ അത് മേടിക്കാൻ കൂട്ടാക്കിയില്ല, അത് തട്ടിക്കളഞ്ഞു. നന്ദ അത് തട്ടിക്കളഞ്ഞു കഴിഞ്ഞപ്പോൾ നന്ദയ്ക്ക് വേറൊന്നുമല്ല, ഇക്കാര്യം നന്ദയോടും കൂടി ഒന്ന് പറയാമായിരുന്നു. പക്ഷെ അത് നമ്മുടെ ഗൗതവും പറഞ്ഞില്ല. അപ്പം നന്ദയ്ക്ക് അതിൻ്റെതായ വിഷമം ഉണ്ടാകും, എന്തായാലും ഉണ്ടാകും. ഈ സമയം നന്ദ അത് തട്ടിക്കളഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പിങ്കി ഇതെന്താ നന്ദ നീ കാണിച്ചതെന്ന് എല്ലാവരും ചോദിച്ചു. അപ്പോഴത്തേക്കും നന്ദ പറഞ്ഞു, ഗൗതം നന്ദയുടെ ഈ പ്രവൃത്തി കണ്ടുകൊണ്ട് പിങ്കി പറഞ്ഞു, നന്ദ എൻ്റെ ഈ ഒരു സന്തോഷം കണ്ടിട്ടുള്ള അസൂയാണെന്നും അതുപോലെ ഗൗതം എനിക്ക് വേണ്ടി ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്താൻ ഒരുങ്ങിയതിൻ്റെ കുശുമ്പാണ്, ജലസിയാണ്, അതുകൊണ്ടാണ് ഇവളിങ്ങനെ കാണിക്കുന്നത്. അതെങ്ങനെയാ വീട്ടിലുള്ളവർ വളർത്തി വലുതാക്കിയതിൻ്റെ ഗുണമല്ലേ കാണിക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ നന്ദയെ മോശക്കാരിയാക്കിക്കൊണ്ട് പല രീതിയിലും ഈ പിങ്കി സംസാരിച്ചു. ഇതൊക്കെ ഒരു പരിധി വരെ കേട്ട് നിൽക്കാൻ മാത്രമേ നമ്മുടെ നന്ദയ്ക്ക് കഴിഞ്ഞുള്ളൂ. അപ്പോഴേക്കും നന്ദ അങ്ങോട്ടേക്ക് ചെന്നിട്ട് പറഞ്ഞു, ദേ പിങ്കി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിൻ്റെയും അതുപോലെ ഗൗതം സാറിൻ്റെയും ഇടയിലേക്ക് ഒരു ശല്യമായി ഞാൻ വരില്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനപ്പുറം എന്നെ എന്തു പറയാനും എന്നെ ശകാരിക്കാനും അല്ലെങ്കിൽ എന്നെ മോശക്കാരിയാക്കാനുള്ള ലൈസൻസ് ഒന്നും ഞാൻ നിനക്ക് തന്നിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് നന്ദ പിങ്കി എടുത്തിട്ടങ്ങ് വലിച്ച് കീറി കഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്കത് കൊണ്ടു. പിങ്കി ആ നേരത്തേക്കും നിനക്കങ്ങനെ ജലസി ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് ഗൗതം തന്ന കേക്ക് നീ സ്വീകരിക്കില്ലായിരുന്നു, അതുപോലെ ഇന്ന് ഇവിടെ നടന്ന ഈ ഒരു സെലിബ്രേഷന് നീ എല്ലാവർക്കും ഒപ്പം നിൽക്കില്ലായിരുന്നു എന്ന് ചോദിച്ചപ്പം എനിക്കങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല, ഞാൻ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദ പറഞ്ഞു. അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്, നിനക്ക് കുശുമ്പാണ്, അസൂയാണ്, ഞാനും ഗൗതവും തമ്മിലുള്ള ബന്ധത്തെ നീ വേറൊരു രീതിയിലാണ് കാണുന്നത്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് പിങ്കി കിടന്നങ്ങോട്ട് തുള്ളി ഉറയുമ്പോഴേക്കും പിന്നെ അവിടെ രണ്ടുപേരും കൂടെ പൊരിഞ്ഞടിയായി. അതായത് നന്ദയും പിങ്കിയും കൂടി പിടിയും വലിയും ഒക്കെയായി. ലാസ്റ്റ് പിങ്കിയെ ചവിട്ടിക്കൂട്ടി ഒരു ഒറ്റ ഏറായിരുന്നു നമ്മുടെ നന്ദ. പിങ്കി ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമെന്ന്. അപ്പം നന്ദയുടെ കൈക്കരുത്ത് എന്താണെന്ന് പിങ്കി തിരിച്ചറിഞ്ഞു. ചുമ്മാ ഇരുന്ന് ആളുടെ വായിൽ കോലിട്ട് കിള്ളി മേടിച്ചു എന്ന് പറയാം. അതേ രീതിയിലാണ് പിങ്കി കാണിച്ചു കൂട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ എന്തായാലും പിങ്കിക്ക് കിട്ടാനുള്ളത് കിട്ടി. അപ്പോഴേക്ക് പിങ്കി മോളെ എന്ന് വിളിച്ചുകൊണ്ട് ഇവിടുന്നായി വിളിയും പറച്ചിലും ഒക്കെ. പക്ഷെ ലക്ഷ്മിക്ക് നന്ദ ചെയ്തത് ഇഷ്ടപ്പെട്ടു കേട്ടോ. നന്ദ പറഞ്ഞു, മേലിൽ എൻ്റെ നേർക്ക് നിൻ്റെ ഇതുമായിട്ട് നീ വരരുത്, നിനക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് നീ ചെയ്തോളണം എന്നും പറഞ്ഞ് അങ്ങനെ പറയണം. അപ്പോഴേക്കും നമ്മുടെ ഗൗതം അതിൻ്റെ ഇടയ്ക്ക് കയറി, നീ ഇത് കാണുന്നില്ലേ ഗൗതം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോഴേക്കും അരുന്ധതിയൊക്കെ ഭയങ്കര ഇത്. അപ്പോൾ ഗൗതം ഇടയ്ക്ക് കയറി, എന്താ ഈ നിമിഷം വരെ നീ ചെയ്ത ഓരോ കാര്യങ്ങളിലും നിന്റെ ഭാഗത്ത് ന്യായം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം നീ ഈ ചെയ്ത കാര്യത്തിനുണ്ടല്ലോ നിന്റെ ഭാഗത്ത് ഒരിക്കലും ന്യായമില്ല, എന്തിൻ്റെ പേരിലാണെങ്കിലും നീ പിങ്കിയെ കൈവയ്ക്കാൻ പാടില്ലായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഗൗതം പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ എന്നെ അവൾ പറഞ്ഞതൊന്നും ഗൗതം സാർ കേട്ടില്ലേ എന്ന് ചോദിച്ചു. എന്താ ഒരാൾക്ക് മാത്രമേ നീതിയും അതുപോലെ ന്യായവും ഉള്ളോ, എനിക്കെന്താ ഒരു നീതിയും പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നന്ദ ഗൗതത്തിനോട് ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും നീ അങ്ങനെ ചെയ്തത് ശരിയായില്ല, ഇങ്ങനെ ചെയ്തത് ശരിയായില്ലെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി ഇങ്ങനെ അങ്ങ് വന്നു. അപ്പോഴേക്കും പിങ്കിയെ കൈവച്ചതിൽ അരുന്ധതിക്ക് അങ്ങ് പൊള്ളി. അരുന്ധതി പറഞ്ഞു, നിന്നെപ്പോലെ ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ നിന്നെപ്പോലെ ചേരിയിൽ കിടന്ന് വളർന്നവളല്ല, അമ്മയില്ലാതെയും വന്ന ഉടനെ അമ്മയെ മുമ്പോട്ടെടുത്തും വളർന്നവളല്ല പിങ്കി മോള്, മറിച്ച് നല്ല തറവാട്ടി പറന്നവളാണ്. ആ പിങ്കി മോളെ കൈവയ്ക്കാൻ ഞങ്ങളെല്ലാവരും അനുവദിച്ച് ഞങ്ങളുടെ ഇഷ്ടത്തോടെ ഈ പടി കടന്നു വന്ന ഞങ്ങളുടെ പിങ്കി മോളെ കൈവയ്ക്കാൻ നീ ആരാ, നിനക്കെന്താ അവകാശമൊന്നും ചോദിച്ചുകൊണ്ട് ഈ അരുന്ധതി എന്ത് ചെയ്തു, നമ്മുടെ നന്ദയെ തല്ലാൻ തുടങ്ങി. നന്ദയെ തല്ലാൻ തുടങ്ങിയപ്പോൾ കാര്യമില്ലാതെ ആരെന്ത് ചെയ്താലും നന്ദ അവിടെ നിന്ന് കൊടുക്കുന്ന ആളല്ലല്ലോ. നന്ദ വേഗം കയറി അരുന്ധതിയുടെ കൈക്ക് പിടിച്ചു. അരുന്ധതിയുടെ കൈക്ക് പിടിച്ചപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി.
എല്ലാവരും ഇങ്ങനെ അതിശയിച്ചിങ്ങനെ നോക്കുക കേട്ടോ. അപ്പോഴേക്കും അരുന്ധതിയും ചമ്മി വിളറിപ്പോയേ. അപ്പം നന്ദ പറഞ്ഞു, ആവശ്യമില്ലാതെ എൻ്റെ ദേഹത്ത് കൈ വെക്കരുത്, അതിന് ഞാൻ ആർക്കും അനുവാദം തന്നിട്ടില്ലെന്ന്. അങ്ങനെ അവിടെ ശരിക്കും പറഞ്ഞ കണ്ടോ ഗൗതം, എൻ്റെ കൈ തടുക്കാൻ മാത്രം വളർന്നോ ഇവളെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഓരോന്ന് പറയുമ്പോഴേക്കും എല്ലാ തവണയും എല്ലാ കുറ്റവും എൻ്റെ തലയ്ക്ക് തന്നെയല്ലേ, നിങ്ങളാരും ചെയ്യുന്നതൊന്നും ആർക്കും എവിടെയും പ്രശ്നമായിട്ട് വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇതും അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് നമ്മുടെ നന്ദ അങ്ങനെ അങ്ങ് പറഞ്ഞു. അങ്ങനെ പിന്നെ നന്ദ വലിയ എന്തോ അപരാധം ചെയ്ത ഒരു പ്രതിയായി മാറി. നന്ദയെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തുന്നു. അപ്പം കാര്യത്തോടടുത്ത് കഴിഞ്ഞപ്പോഴേക്കും അവരെല്ലാവരും ഒറ്റ, നമ്മുടെ നന്ദ മാത്രം വെളിയിൽ. അങ്ങനെ നന്ദയ്ക്കുള്ള ശിക്ഷ വിധിക്കണം. നന്ദ ഇനി നമ്മുടെ അരുന്ധതിയെയൊക്കെ എതിർത്തത് കൊണ്ട്, അരുന്ധതിക്ക് നേരെ കൈ ഉയർത്തിയത് കൊണ്ട്, അരുന്ധതി കൈ ഉയർത്തിയപ്പോൾ അത് തടഞ്ഞതാണ് നന്ദ, പക്ഷെ അത് നേരെ തിരിഞ്ഞു വന്നു. അങ്ങനെയുള്ള നന്ദയെ ഇനി വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റില്ല, ഇനി നന്ദ ഈ തറവാട്ടിൽ ഉണ്ടെങ്കിൽ ഇവിടെ ആരും ഉണ്ടാവില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരുന്ധതി ആണെങ്കിലും മോഹിനി ആണെങ്കിലും അതുപോലെ പിങ്കി ആണെങ്കിലും എല്ലാവരും കൂടെ അങ്ങ് പറഞ്ഞു. അപ്പോൾ നന്ദയെ പുറത്താക്കണം, അതാണ് എല്ലാവരുടെയും ലക്ഷ്യം. അപ്പം അങ്ങനെ നന്ദ ചെയ്ത ആ ഒരു കാര്യത്തെ വലിയ എന്തോ മഹാ തെറ്റാക്കി മാറ്റിക്കൊണ്ട് അവരെല്ലാവരും വലിയ ആൾ കളിക്കുന്നിടത്തു അതുപോലെ അവരുടെയൊക്കെ ഈ ഒരു നിർബന്ധത്തിന് എന്താണ് തീരുമാനം എടുക്കേണ്ടത് എന്നുള്ള ഒരു പകച്ച നിൽപ്പിൽ നമ്മുടെ ഗൗതവും. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനോട് കൂടിയാണ് ഇന്നത്തെ നമ്മുടെ കഥ വന്നിട്ടുള്ളത്. എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.